കോഴിക്കോട് രാമനാട്ടുകരയിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ സ്വകാര്യ ബസ് ഇടിച്ച് വയോധികൻ മരിച്ചതിൽ പ്രതിഷേധം കനക്കുകയാണ്. അപകടങ്ങൾ ഒഴിവാക്കാൻ പ്രദേശത്ത് അടിപ്പാത വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മറുഭാഗത്തെത്താൻ മറ്റു മാർഗങ്ങളില്ലാത്തതാണ് ആളുകൾ ദേശീയപാത മുറിച്ചു കടക്കാൻ കാരണം. അഭിജിത്ത് മുഴക്കുന്നിന്റെ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസമാണ് പന്തീരങ്കാവ് അഴിഞ്ഞിലം തളി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ ഒരു വയോധികനെ സ്വകാര്യ ബസ് ഇടിക്കുന്നത്. റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരനായിരുന്ന ഗംഗാധര പണിക്കർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇവിടെ ഒരു അണ്ടർ പാസേജ് ഇല്ലാത്തതിനാൽ പലപ്പോഴും നാട്ടുകാർ ഈ ദേശീയപാത മുറിച്ചു കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ പരാതി. സന എന്ന് പറഞ്ഞ പാലക്കാട് ബസ് വന്നേ കാണാനും കൂടി പറ്റാത്ത രീതിയിൽ ഇടിച്ചിട്ട് അദ്ദേഹത്തെ 4 മീറ്റർ അപ്പുറത്തേക്ക് തള്ളിയിട്ട് ഉടൻ മരണപ്പെടുകയും ചെയ്തു. ഞങ്ങൾ പലതവണ NH-നോട് പറഞ്ഞാണ് ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജോ ഒരു അണ്ടർപാത്തോ പാറമേര ഒരു അണ്ടർപാത്തും ഇവിടെ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജും തരുവാൻ വേണ്ടി പലതവണ ആവശ്യപ്പെട്ടിട്ടും അത് നിരാകരിക്കപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. 4-5 മരണം ഇവിടെ ഞങ്ങൾ മുന്നിൽ നടന്നു. ഇനി ഞങ്ങൾ ഏത് രീതിയിൽ പ്രക്ഷോഭം നടത്തണം എന്ന് എനിക്കറിയില്ല. ഈ പലപ്പോഴും അപ്പുറത്തേക്ക് കടക്കാൻ മറ്റു മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാൽനട യാത്രക്കാർ ദേശീയപാത മുറിച്ച് കടക്കേണ്ട ഒരു സാഹചര്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രയാസത്തിൽ ഒരുപാട് കുടുംബങ്ങളാണ് ഓരോ ദിവസങ്ങളായി നഷ്ടപ്പെടുന്നത്. ഈ വികസനത്തിന് ഞങ്ങൾ ആരും എതിരല്ല. വികസനം നമ്മൾ വരേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഈ വികസന പ്രവർത്തനം നടക്കുന്ന കൂട്ടത്തിൽ ജനങ്ങൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള മാർഗം തടസ്സപ്പെടുത്തുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഖേദം. പലപ്പോഴും ഇങ്ങനെ ഈ റോഡ് മുറിച്ച് കിടക്കേണ്ട ഒരു സാഹചര്യം. ഇത്രയും മുറിച്ച് കിടക്കണം. ഡെയിലി ആണെന്നുണ്ടെങ്കിൽ അങ്ങാടി അപ്പുറം ജനങ്ങൾ കൂടുതലുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിന് മുന്നൊക്കെ ഞങ്ങൾ ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഇവിടെ ഈ ഭാഗത്ത് കിഴക്ക് ഭാഗത്തുള്ള ആളുകൾക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകേണ്ടതായിട്ട് വരും. പല അക്ഷയ കേന്ദ്രങ്ങൾ, അതേമാതിരി വായനശാല, മീൻ മാർക്കറ്റ്, ബാങ്ക്, ഇതൊക്കെ ആ ഭാഗത്താണ് വരുന്നത്. ഈ ഭാഗത്ത് പാറമല സ്കൂളുണ്ട്, പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്. ഇതൊക്കെ ഈ ഭാഗത്ത് റേഷോപ്പ് അടക്കൾ ഈ ഭാഗത്താണ് വരുന്നത്. ഇതായിട്ട് ബന്ധപ്പെട്ടും കൊണ്ട് ഞങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 2018 മുതൽക്ക് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ട് ഒരു 12ഓളം പ്രക്ഷോഭ പരിപാടികൾ, സമാധാനപരമായിട്ടുള്ള പരിപാടികൾ ഞങ്ങൾ രാപ്പകൽ സമരം നടത്തി, മനുഷ്യച്ചങ്ങല നടത്തി, പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. എന്നിട്ടൊന്നും പരിഹാരം ഉണ്ടാക്കാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞങ്ങൾ ഡൽഹിയിൽ 15 ദിവസം ഞങ്ങൾ അവിടെ തങ്ങിയിട്ടാണ് നിതിൻ ഗഡ്കരി സാറിനെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. മിനിസ്റ്ററെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളോട് പറഞ്ഞത് 3 വീലർ അടക്കം പോകുന്ന രീതിയിലുള്ള ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് നിങ്ങൾക്ക് തരാം. ആ ഒരു എസ്കലേറ്ററോട് കൂടിയിട്ടുള്ളത് നടക്കാനുള്ള പ്രയാസമുള്ള ആളുകൾ അതടക്കം ഞങ്ങൾ തരാമെന്ന് പറയും. പക്ഷേ പിന്നെ അതൊക്കെ ഡൽഹി പോയി വന്നതിൻ്റെ ശേഷം ഞങ്ങൾ NH-ൻ്റെ കോഴിക്കോട് ഡിവിഷനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല എന്ന് പറയും. ഞങ്ങൾ ഇതിൻ്റെ മിനിസ്റ്ററായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭ പരിപാടികൾ നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടീൻ്റെ ആൾക്കാരും പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും മുഴുവൻ ആളുകൾ കൂടിയിരുന്നോട് സമരം ശക്തിപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പലപ്പോഴും ആളുകൾക്ക് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് മുറിച്ച് കടക്കാൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അവർ ഈ ദേശീയപാത തന്നെ മുറിച്ചു കടക്കാൻ നിർബന്ധിതരാകുന്നു. അങ്ങനെയാണ് ഇന്നലെ നടന്ന അപകടവും ഉണ്ടായത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഒരു അണ്ടർ പാസേജ് വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും നാട്ടുകാർ പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.